20 രൂപ ഉണ്ടെങ്കിൽ വണ്ടി കൊണ്ടുപോകാം. ചെറിയൊരു പ്രൈസിന് നമുക്ക് കൊണ്ടുപോകാം. എത്തിയോസ് ലീവ് നോക്കുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ലോണ് സൗകര്യം ഉണ്ടാവും. കയ്യും കാലും നീട്ടിയിരുന്ന് അത്യാവശ്യം നല്ല സുഖസുന്ദരമായിട്ട് യാത്ര ചെയ്യാം. 10-25 രൂപ വണ്ടി ഇറക്കാം. നല്ല ബ്ലഡ് റെഡിൽ പൊളി പോളോ നമുക്കൊരു ഓഫർ പ്രൈസിനാണ് കൊണ്ടുപോകാം. ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു ഓട്ടോമാറ്റിക് വാഹനം നോക്കുന്നവർക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീനിൽ വരുന്ന ഒരു മാരുതി സുസുക്കി ഓൾട്ടോ കേട്ടന് നമ്മൾ ചോദിക്കുന്നത് 2,55,000 രൂപയാണ്. ചെറിയ ബഡ്ജറ്റില് നല്ല കുറച്ച് വാഹനങ്ങൾ ഒന്ന് പരിചയപ്പെടാം. ലിവ് വരുന്നുണ്ട്. ചെറിയ പ്രൈസിന് നമുക്ക് ഓട്ടോമാറ്റിക്കൽ ഒരു കേട്ടൻ, സണ്ണി. ഈ ഒരു സൈഡാണ് നമുക്ക് 7 സീറ്ററുകൾ അത്യാവശ്യം നല്ല ബൊലേറോ വരുന്നുണ്ട്. ഇന്നോവകള്, ക്രിസ്റ്റ ഒക്കെ നല്ലൊരു കളക്ഷൻസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് സെക്കൻഡ് ജനറേഷൻ ക്രെറ്റ, പോളോ ഒക്കെ അടക്കമുള്ള നല്ലൊരു പാർട്ടേറ്റുമാണ്. 3 സ്റ്റാറിലാണ്. നമുക്ക് കുറച്ച് കാലമായി അപ്പോൾ മൻസൂറിൻ്റെ നല്ലൊരു കിടിലൻ കളക്ഷൻസും ഓഫറൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ട് എന്നുള്ള നിസാർ തന്നെയാണ്. അപ്പോൾ നിസാർ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കറക്റ്റ് 3 സ്റ്റാർ യൂസ് കാസിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മലപ്പുറം കൊണ്ടോട്ടി ഹൈവേമേ മോളോംബ്ര എന്ന സ്ഥലത്ത് റോയൽ എൻഫീൽഡ് ഷോറൂമിന്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ നമുക്ക് റോയൽ എൻഫീൽഡിന്റെ ബുള്ളറ്റ് ഷോറൂമിന് നേരെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് ഈ ഒരു ഷോറൂം. പിന്നെ പുതിയ ഡെലീഷ്യന്റെ തൊട്ടടുത്ത് സെയിം സൈഡിലാണ് ഇത് കഴിഞ്ഞ തൊട്ടടുത്ത ഷോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ ഡെലീഷ്യയാണ്. അപ്പോൾ നമുക്ക് നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബഡ്ജറ്റ് കാറുകൾ ചെറിയ പ്രൈസിന് നമുക്ക് നല്ല ഇന്നോവയും അതേപോലെ തന്നെ നല്ല ചെറുകാറുകൾ പോയിട്ടുണ്ട്. പുതിയ സ്റ്റോക്കുകൾ കയറിയതാണ് ഇന്നോവകളൊക്കെ. നമുക്ക് അത്യാവശ്യം നല്ല കളക്ഷൻ വന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്കൊരു BS6 വേരിയന്റിൽ ഏറ്റവും അത്യാവശ്യം ഡിമാൻഡുള്ള നമുക്ക് മഴക്കാലൊക്കെ ആയതുകൊണ്ട് നല്ലൊരു കിടിലം ഗ്രേ ഫിനിഷിംഗിൽ വരുന്ന ഒരു ആൾട്ടോ 800 അല്ലേ. എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. എങ്ങനെയായിരുന്നു മോഡൽ? 2020 LXi പെട്രോൾ സിംഗിൾ RC ഓണർ വണ്ടിയാണ്. 71,000 കിലോമീറ്റർ ഓടിയാണ്. കമ്പനി ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മേജറായിട്ട് ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വണ്ടി. ഇന്ത്യയിലൊക്കെ ഒക്കെ നല്ല കിടുവാണ് അല്ലേ. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, എയർ ബാഗ് അടക്കം വരുന്ന വണ്ടിയാണ് അല്ലേ. അതെ. നമ്മൾ എത്ര ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 3,20,000 രൂപയാണ്. നമുക്കൊരു 290 വരെ ലോണും ചെയ്യാം. ഏകദേശം 3,20,000 രൂപ ചോദിക്കണം. 2,90,000 രൂപ നമുക്ക് ലോൺ ചെയ്തു കൊടുക്കാം. അപ്പൊ ട്രാക്കിന് ഒരു 20 രൂപ ഉണ്ടെങ്കിൽ വണ്ടി കൊണ്ടുപോകാം. സിംഗിൾ ഓണർ ആണ്. 20 മോഡൽ BS6 ഓൾട്ടോ 800 കേട്ടോ. ഇത് നമുക്കൊരു ഫസ്റ്റ് ജനറേഷൻ i20 അല്ലേ. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2011 ആസ്റ്റ അന്നത്തെ ഏറ്റവും ടോപ്പ് എൻഡ് അല്ലേ. ചെറിയ പൈസക്ക് നല്ല ഫീച്ചേഴ്സും ഏകദേശം 18-20 മൈലേജ് കിട്ടുന്ന സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. അതിന്റെ അന്നത്തെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി അല്ലേ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? 1,40,000 കിലോമീറ്റർ ഓടിയണോ. 1,90,000 രൂപ നമ്മൾ ചോദിക്കുന്നുണ്ട്. നമുക്ക് ഇതുമേ സെർട്ട് ലോൺ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ബാങ്ക് ലോൺ നമുക്ക് ചോദിച്ചു നോക്കാം. ഇവിടെ അടുത്തിട്ട് നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ചെറിയ രൂപത്തിൽ നമുക്ക് ലോൺ ആണെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്. മൈലേജ് കിട്ടുന്ന വണ്ടി 1,90,000 ചോദിക്കുന്നുണ്ട് അല്ലേ. അടുത്തൊരു റെഡ് പോളോ. അതായത് പൊതുവെ നമുക്ക് പോളോയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്നത് റെഡ് തന്നെയാണ്. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? 2017 കംഫർട്ട് ലൈൻ ആണ്. സെക്കൻഡ് RC ഓണർ. 1,06,000 കിലോമീറ്റർ വണ്ടി റൺ ചെയ്തത്. മേജറായിട്ട് ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. കപ്പ് എഡിഷൻ ആണ് വരുന്നത്. കപ്പ് എഡിഷൻ ആണ്. അതിന്റെ കിട്ടുന്ന അലോയ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ല ഇന്റീരിയർ ആണ്. നല്ല ക്വാളിറ്റിയിൽ സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്. സെക്കൻഡ് ഓണറിൽ 2017 കംഫർട്ട് ലൈന്. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്നത് 4,70,000 രൂപയാണ്. നമുക്കൊരു 4 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. 10-25 രൂപ വണ്ടി ഇറക്കാം. നല്ല ബ്ലഡ് റെഡിൽ പൊളി പോളോ നമുക്കൊരു ഓഫർ പ്രൈസിനാണ് കൊണ്ടുപോകാം. കമ്പനി അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം വന്നിട്ടുണ്ട്. സ്പെഷ്യൽ എഡിഷൻ വാഹനമാണ് ഇത്. നമുക്ക് ക്രെറ്റയിൽ എന്നും ആളുകൾ അന്വേഷിക്കുന്നത് സെക്കൻഡ് ജനറേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ജനറേഷൻ. അത് സെക്കൻഡ് ജനറേഷനിൽ നല്ലൊരു കിടിലം വണ്ടി നമുക്ക് വന്നിട്ടുണ്ട്. എങ്ങനെയായിരുന്നു മോഡൽ? 2018 മോഡൽ 19 റേസർ. 1,32,000 കിലോമീറ്റർ ഓടിയാണ്. സിംഗിൾ RC ഓണർ വണ്ടിയാണ്. മേജറായിട്ട് ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മളെ ഈ വണ്ടിക്ക്. ഓക്കെ. എത്ര ചോദിക്കുന്നത് നമ്മളിതിന്? 9,30,000 രൂപ ചോദിക്കുന്നു. ഒരു 8 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്കൊരു 10-25 രൂപ വണ്ടി ഇറക്കാം. ഡീസൽ വണ്ടിയാണ്. മാനുവൽ അല്ലേ വരുന്നത്? മാനുവൽ ആണ്. ഡീസൽ മാനുവലില് SX വണ്ടി നമുക്ക് നല്ലൊരു ബെസ്റ്റ് പ്രൈസ് അല്ലേ. 9 സംതിങ് അതിലൊരു കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നുണ്ട് അല്ലേ. ചെറിയൊരു പ്രൈസ് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കും ചെയ്യാം. ഇത് ഡീസലിൽ ഒരു കിട്ടുന്ന സെഡാൻ നോക്കുന്നവർക്ക് ഒരു മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഡിസയർ ഒജയ കേരള വണ്ടി അല്ലേ. KL11 രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ. അങ്ങനെയായിരുന്നു മോഡൽ? 2012 മോഡൽ VDI സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. കറക്റ്റ് കമ്പനി ഹിസ്റ്ററിയാണ്. ഒരു റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മള് 3,10,000 രൂപ ചോദിക്കുന്നുണ്ട്. 3,10,000 അതെ. ഒരു 2.5 ലക്ഷം രൂപ വരെ ലോൺ ചെയ്ത് കൊടുക്കാം. 10-60 രൂപ വണ്ടി ഇറക്കാം. ഡീസൽ വണ്ടിയാണ്. ഏകദേശം 18 മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. വീഡിയോ ആകുമ്പോൾ AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, അഡീഷണൽ ആയിട്ട് അലോയ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ആണെങ്കിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ചെറിയൊരു പൈസക്ക് നമുക്ക് നല്ലൊരു ഡീസൽ വണ്ടി ഉണ്ടാവും. അടുത്ത വാഗ്നർ. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2012 VXi ആണ്.
82,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. മേജറായിട്ട് ആക്സിഡന്റോ കാര്യങ്ങളോ റീപ്ലേസോ ഒന്നും ഇല്ലാത്ത വണ്ടി. ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട്. അന്നത്തെ ഏറ്റവും ഫുൾ ലോഡ് വണ്ടി അല്ലേ? എത്ര ചോദിക്കുന്നത് നമ്മൾ ചോദിക്കുന്നത് 2,55,000 രൂപയാണ് ചോദിക്കുന്നത്. 2,55,000 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്കൊരു 2 ലക്ഷം രൂപ വരെ ലോൺ ചെയ്ത് കൊടുക്കാം. അപ്പൊ 55 രൂപ ഉണ്ടെങ്കിലൊക്കെ സുഖമായിട്ട് നമുക്ക് 19 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. അന്നത്തെ ഏറ്റവും ടോപ്പിൽ AC നെഗോഷിയബിൾ ഒക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടി. അപ്പൊ അതുകൊണ്ട് ഡൗൺ പേയ്മെന്റ് ഒന്നുകൂടി നമുക്ക് കുറഞ്ഞു കിട്ടും എന്നുള്ളതാണ് നിസാർ പറയുന്നത്. അടുത്തതാണ് വീണ്ടും നമുക്കൊരു മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് ഏകദേശം 22 ഒക്കെ മൈലേജ് കിട്ടുന്ന ഒരു നിസാന്റെ സണ്ണി അല്ല. 2013 ഒറിജിനൽ കേരള വണ്ടി, എക്സൽ ഓപ്ഷനിൽ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന. ഇതിന്റെ ഏറ്റവും നല്ല സ്പേസസ് ആണ് വണ്ടി അല്ലേ? കയ്യും കാലും നീട്ടിയിരുന്ന് അത്യാവശ്യം നല്ല സുഖസുന്ദരമായിട്ട് യാത്ര ചെയ്യാം എന്നുള്ളതാണ്. അത് മൈലേജും കിട്ടുന്ന വണ്ടിയാണ്. ഒന്നുമില്ല, ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെയുള്ളത്. പക്ഷെ നമുക്ക് റിയറിൽ AC വെന്റ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. അത്യാവശ്യം ആവറേജ് ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, റിയറിൽ AC വെന്റ്, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്ന വാഹനം. എത്ര രൂപ ചെയ്യാൻ പറ്റും? നമുക്ക് 2,75,000 രൂപ ചോദിക്കണം. എന്തെങ്കിലുമൊക്കെ നമുക്ക് നെഗോഷിയബിൾ ചെയ്ത് 70 രൂപ വേണ്ടി ഇറക്കും ചെയ്യാം അല്ലേ? അടുത്തതാണ് ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു ഓട്ടോമാറ്റിക് വാഹനം നോക്കുന്നവർക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീനിൽ വരുന്ന ഒരു മാരുതി സുസുക്കി ഓൾട്ടോ കേട്ടന്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2018 മോഡൽ സിംഗിൾ RC ഓണർ, 90,000 കിലോമീറ്റർ വണ്ടി ഓടിയത്. കറക്റ്റ് കമ്പനി ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. 3,50,000 രൂപ നമ്മൾ ചോദിക്കുന്നത്. 3 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഏകദേശം നമുക്ക് ചെറിയൊരു പൈസ 19 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. അപ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണ്. 18 മോഡല്. നമുക്ക് 3.5 ചോദിക്കണ്ട്. ഓട്ടോമാറ്റിക് 50 രൂപ വണ്ടി ഇറക്കാം അല്ലേ? അടുത്ത നമുക്കൊരു എത്തിയോസ് ലീവ അല്ലേ? അത് സ്റ്റേറ്റ് വെഹിക്കിൾ ആണ്. നിലവിൽ കേൾട്ടം വെഹിക്കിൾ നമ്പറൊക്കെ ആയിട്ടുണ്ട്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2014 മോഡൽ GD പ്ലസ് ആണ് വരുന്നത്. 2 എയർ ബാഗും കാര്യങ്ങളൊക്കെ വരുന്നത്. മേജറായിട്ട് ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. സെക്കൻഡ് അലോയി ഒക്കെ ചെയ്തിട്ടുണ്ട്. പ്ലാറ്റിനം ടൈപ്പ് ചെയ്തതാണ്. അതെ, പ്ലാറ്റിന ആക്കിയതാണ്. നമ്മൾ ആക്കിയതാണ് പ്ലാറ്റിന. 3rd ഓണർഷിപ്പ് ആണ് വണ്ടി. എത്ര ചോദിക്കണം? 4 ലക്ഷം രൂപ ചോദിക്കണേ. നമുക്ക് എന്തെങ്കിലും നെഗോഷിയബിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാണ് നമുക്ക് ചെറിയൊരു പ്രൈസിന് നമുക്ക് കൊണ്ടുപോകാം. എത്തിയോസ് ലീവ നോക്കുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ലോൺ സൗകര്യം ഉണ്ടാവും? ചെയ്ത് കൊടുക്കാം. നമുക്ക് 3.5 ലക്ഷം രൂപ വരെ ലോൺ ചെയ്ത് കൊടുക്കാം. 3.5 വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റൂല. അടുത്തവണ ഒരു ഒമ്നി അല്ലേ? ഒമ്നി ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്കൊരു ചെറിയ കൊമേഴ്ഷ്യൽ ആവശ്യങ്ങളാവട്ടെ, ഫാമിലി യൂസിംഗ് ഒക്കെ പറ്റുന്ന ഒരു വാഹനമാണ്. എന്നായിരുന്നു മോഡൽ? 2011 മോഡല്, 3rd ഓണർഷിപ്പ് ആണ് വണ്ടി. LPG കാര്യങ്ങളൊന്നും കയറ്റിയില്ല. നമ്മൾ പക്ക സ്റ്റോക്ക് കണ്ടീഷൻ വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത് നമ്മൾ ഇതിന്? 1.15 ചോദിക്കുന്നു. 1.15 അല്ലേ? ലോൺ സൗകര്യം ഉണ്ടാവും ഇതിന്? ലോൺ നമുക്ക് ചെയ്യാൻ കഴിയില്ല. സെർട്ട് ലോൺ നമുക്ക് ഇവിടെ ചുറ്റുവട്ടത്തില് എത്ര പേരൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും? നമുക്ക് ഒരു 60-70 രൂപ നമുക്ക് സെർട്ട് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. 1.10 ചോദിക്കുന്നുണ്ട്. നമുക്കൊരു ZENESTിലോ അല്ല കിഡ്ലം വണ്ടിയാണ്. K സീരീസ് എഞ്ചിനാണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2009 VXI ആണ്. 1,13,000 കിലോമീറ്റർ ഓടിയണോ. പെട്രോൾ ആൻഡ് LPG ആഡ് ചെയ്ത വണ്ടിയാണ്. ഓക്കെ, സോ നമുക്ക് നല്ല മൈലേജ് കിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് K സീരീസ് ആണെങ്കിൽ മൈലേജ് കുറവെന്നുള്ള ഒരു സങ്കടം വേണ്ട. പകരം നമ്മള് ഒന്നുമില്ലാത്ത വണ്ടി. എത്ര രൂപ ചെയ്യാൻ പറ്റും? നമുക്ക് 1,20,000 രൂപ നമ്മൾ ചോദിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പാർട്ടി വന്നാൽ ചെയ്ത് കൊടുക്കും ചെയ്യാല. അടുത്ത വീണ്ടും ഒരു നല്ല കിഡ്ലം ഫാമിലി കാർ, ഒരു ഇയോണി ഇറ പ്ലസ് AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്ന 2013 മോഡൽ ഇല്ല? 12 മോഡൽ, 13 റേസർ, ഹൈ ക്വാളിറ്റി വണ്ടി. ഓക്കെ, സിംഗിൾ ഓണർ വണ്ടി. മേജറായിട്ട് ആക്സിഡന്റോ കാര്യങ്ങളോ റീപ്ലേസോ ഒന്നും ഇല്ലാത്ത വണ്ടി. എത്ര ചോദിക്കുന്നത്? നമ്മൾ 1,70,000 രൂപ ചോദിക്കുന്നത്. വണ്ടിന്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റി ആയതുകൊണ്ടാണ്. ഓക്കെ, അത്രയും നമുക്ക് ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന വണ്ടി. അതെ. അപ്പൊ നമുക്ക് 1.70 ചോദിക്കുന്നുണ്ട്. 1,40,000 രൂപ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. 1.40 വരെ നമുക്ക് ലോൺ ചെയ്യാം. അപ്പൊ ചെറിയൊരു പൈസക്ക് നമുക്ക് വണ്ടി ഇറക്കാം. നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി. അടുത്തൊരു സ്വിഫ്റ്റ് ഡിസയർ, ഡീസൽ വണ്ടിയാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യം? 2014 മോഡല്, VDI, 3rd ഓണർഷിപ്പ് വരുന്ന വണ്ടി. മേജറായിട്ട് ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഇതുമേ ചോദിക്കുന്നത് 3,70,000 രൂപയാണ്. 82,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി ഹിസ്റ്ററിയിലെ വണ്ടി. അത്ര നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്. ഏകദേശം ഒരു 18 മൈലേജും കിട്ടുന്ന വണ്ടി. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റുന്ന ഡീസൽ വണ്ടി, അത് ബഡ്ജറ്റ് പ്രൈസിൽ. നമ്മൾ 3 സ്റ്റാറിന്റെ ഒരു ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ലെങ്ത് ഒക്കെ പരിഗണിച്ച് അടുത്തൊരു പാർട്ട് എന്ന് പറഞ്ഞാൽ ഇന്നോവയും ക്രിസ്റ്റയും നമുക്ക് ബൊലേറോ അടക്കമുള്ള 7 സീറ്ററുള്ള ഒരു പാർട്ടാണ്. വെയിറ്റ് ചെയ്തോളി. അപ്പോൾ ലൊക്കേഷൻ മറക്കണം, മലപ്പുറം ജില്ലയിലെ വള്ളോമ്പ്രത്താണ്. നമ്മൾ ഡെലീഷ്യൻ്റെ ഒക്കെ തൊട്ടടുത്തായിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിന് തൊട്ട് ഓപ്പോസിറ്റാണ് 3 സ്റ്റാർ യൂസ് കാസ്. നിസാറായിരുന്നു കൂടെ ഉണ്ടായിരുന്നു. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നൊരു വീണ്ടും കാണാം. സ്പീറിയാസ്.
സൈനിങ് ഓഫ്.